ഗുഡ് ഈവനിങ്. റെക്കോർഡ് കാണുന്നവരും എന്ത് ചെയ്യുക, ടൈറ്റിൽ ഹെഡിങ് എഴുതി ശീലിക്കുക, എന്നാലും മാത്രമേ കാര്യമുള്ളൂ. ഇന്ന് നമ്മൾ പേൾ ഹാർബർ ആക്രമണം, മ്യൂണിക് ഉടമ്പടി, മാർഷൽ പ്ലാൻ, കോമിൻഫോ, ഈ 4 കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നീങ്ങുമെന്ന് അറിയത്തില്ല, അതെല്ലാം നിങ്ങളുടെ ഐഡിയ പോലെ ഇരിക്കും. ആദ്യം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് 103-25 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാർഷൽ പ്ലാൻ, കോമിൻഫോം, ട്രൂമാൻ ഡോക്ട്രിൻ, ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ്, ഇത്രയും കാര്യങ്ങള് ശീതയുദ്ധത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ. അപ്പൊ എന്തിനെ പറ്റിയിട്ടാണ് കോൾഡ് വാറുമായി ബന്ധപ്പെട്ട അമേരിക്കയും USSRും തമ്മിലുള്ള കാര്യമാണ് വരുന്നത്, ആണല്ലോ. അപ്പൊ കോൾഡ് വാറിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത്. ഇനി ലൈക്ക് വൈസ് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രീണന നയം നടപ്പിലാക്കിയ ടൈമില് ആരായിരുന്നു ബ്രിട്ടനിലെ പ്രധാനമന്ത്രി? കണ്ടായിരുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് പ്രിലിംസ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ. ഇനിയും അത് കൂടാതെ വേറൊരു ചോദ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിന്റെയും നോട്ടുണ്ട്, നിങ്ങൾ നോട്ടൊന്നും എഴുതാൻ നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ നല്ല വൃത്തിക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചോട്ടെ. ഇത് 56-25 എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി പ്രിലിംസിനകത്ത് വന്നതാണ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പേൾ ഹാർബർ, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം, മ്യൂണിക് സമ്മേളനം. ഇത് കണ്ടോ? ഈ ഒരു സംഭവത്തിനകത്ത് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടത് എന്ത്? അപ്പം ശീതയുദ്ധത്തിന് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. ഇനി അതിനുശേഷം ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ഏത്? നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? കണ്ടോ? അപ്പൊ ഈ ഡേറ്റ് കൂടെ നിങ്ങൾ എഴുതി വെക്കണം, ഏത് ദിവസമാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് എന്നിട്ടുള്ള കാര്യം. PDF നമുക്ക് നോക്കാനുള്ള എളുപ്പവും റിവിഷൻ ചെയ്യാനുള്ള എളുപ്പവും എല്ലാം സഹായിക്കുന്നതാണിത്. ഇതും പരീക്ഷയുടെ അന്ന് തലയിൽ നിന്ന് നോക്കിയിട്ട് വേണം ഈ സംഭവങ്ങളൊന്ന് പോവാൻ വേണ്ടിയിട്ട്. റെഡിയാണോ? അപ്പൊ നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യമൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓപ്ഷൻസ് റാംസെ മക്ഡൊണാൾഡ്, ക്ലെമന്റ് ആറ്റ്ലി, വിൻസ്റ്റൺ ചർച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ബന്ധപ്പെട്ട സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ ഒരു പ്രീണന നയം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? എനിവൺ? ഇതാണ് നമ്മളുടെ മ്യൂണിക് കരാർ എന്ന് പറയുന്നത്. എന്താണ് മ്യൂണിക് കരാർ? ആദ്യം നമുക്ക് എന്താ പഠിക്കുന്നത്? ഇന്നത്തെ ടൈറ്റിൽ ഹെഡിങ്ങിനകത്ത് മ്യൂണിക് കരാർ ഉണ്ടോ? മ്യൂണിക് ഉടമ്പടി ഉണ്ടോ? അപ്പൊ ഞാൻ ആദ്യം പഠിപ്പിക്കാം, എന്നിട്ട് സ്ലൈഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എന്തോ നമ്മൾ നോക്കുന്നത്? മ്യൂണിക് ഉടമ്പടി. ഈ മ്യൂണിക് ഉടമ്പടിയുടെ അനന്തര ഫലം അല്ലെങ്കിൽ ഈ മ്യൂണിക് ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്പുവെച്ച വർഷം 1938-ലാണ്. ഡേറ്റ് എന്ന് പറഞ്ഞു പഠിക്കണം, കാര്യം ഇതെല്ലാം കാലഗണനാ ക്രമത്തിൽ അടയാളപ്പെടുത്താൻ പറയുമ്പോൾ 38 സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് മ്യൂണിക് ഉടമ്പടി വന്നിരിക്കുന്നത്. മ്യൂണിക് കരാർ ഒപ്പുവെച്ച വർഷം പറഞ്ഞേ 1938 സെപ്റ്റംബർ 30-നാണ്. ഇനി അതിനകത്ത് ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഇങ്ങേരുടെ പേര് നെവിൽ ചേംബർലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് ടൈമിൽ ഒപ്പുവെച്ചതാണ്? മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആണ് നെവിൽ ചേംബർലൈൻ. നെവിൽ ചേംബർലൈൻ, എല്ലാരും ഒന്ന് പറഞ്ഞേ. നെവിൽ ചേംബർലൈൻ ആണ് മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെവിൽ ചേംബർലൈൻ. ചേംബർലൈൻ അതായത് കസേരയിൽ ഇരുന്ന് ഒപ്പിട്ടു എന്ന് ഓർത്താൽ മതി, ബ്രിട്ടനിലെ ചേംബർലൈൻ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മ്യൂണിക് കരാർ പഴയ SCRT-യിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ മ്യൂണിക് കരാറിലൂടെ ജർമ്മനിക്ക് വിട്ടുകൊടുത്ത ചെക്കോസ്ലോവാക്യൻ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഏത്? സുഡറ്റൻ ലാൻഡ്. എന്താണ് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്? ഏതുമായി ബന്ധപ്പെട്ട്? ഈ മ്യൂണിക് കരാറുമായി ബന്ധപ്പെട്ട് ആർക്ക് കൊടുത്ത പ്രദേശം ആണ്? ജർമ്മനിക്ക് കൊടുത്ത പ്രദേശം ആണ് ഏത്? സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ,
മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കൊടുത്ത ചെക്കോസ്ലോവാക്യൻ പ്രദേശത്തിന് പറയുന്ന പേരാണ് സുഡറ്റൻ ലാൻഡ്. അപ്പൊ ഈ ചോദ്യം വന്നാൽ കിട്ടുമോ? ഏത് ഉടമ്പടി പ്രകാരമാണ് ജർമ്മനിക്ക് സുഡറ്റൻ ലാൻഡ് ലഭിച്ചത്? മ്യൂണിക് കരാർ. മ്യൂണിക് കരാറിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ നെവിൽ ചേംബർലൈൻ. ഇത് മ്യൂണിക് ഉടമ്പടി നിലവിൽ വന്നു 1938 സെപ്റ്റംബർ മാസം 30 ആണ്. ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം രൂപീകൃതമായ ഏതു രാജ്യത്തെയാണ് മ്യൂണിക് കരാറിലൂടെ ഇല്ലാതാക്കിയത്? അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നത്. എന്താണ്? ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു രാജ്യമാണ് ചെക്കോസ്ലോവാക്യ. ഇപ്പൊ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നമ്മൾ ഇസ്രായേലിന്റെ കാര്യം പറയത്തില്ലയോ? ലൈക്ക് വൈസ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടുണ്ടായ ഒരു രാജ്യമായിരുന്നു ചെക്കോസ്ലോവാക്യ. ആ ചെക്കോസ്ലോവാക്യയിലെ ഒരു പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ്. ഈ ഒരു സുഡറ്റൻ ലാൻഡ് വേണമെന്നും പറഞ്ഞിട്ടായിരുന്നു ജർമ്മനി കടന്നിട്ട് പ്രശ്നം വെച്ചുകൊണ്ടിരുന്നത്. സോ ഒരു യുദ്ധമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും കൂടിയിട്ട് മ്യൂണിക് ഉടമ്പടി പ്രകാരം ചെക്കോസ്ലോവാക്യയിലെ സുഡറ്റൻ ലാൻഡ് ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക് വിട്ടുകൊടുക്കുന്ന കരാറാണ് ഇത് പറഞ്ഞത്. അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ട് രൂപം കൊണ്ട ഒരു രാജ്യമായിരുന്നു ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്നത്. ഇനി ഹിറ്റ്ലർ ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ ഓരോരോ പ്രദേശങ്ങള് അധിനിവേശം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ബ്രിട്ടനും ഫ്രാൻസും കൂടെ ഒരു നയം ഉണ്ടാക്കി വെച്ചു. നയത്തിന് പറയുന്ന പേരാണ് പ്രീണന നയം എന്ന് പറയുന്നത്. എന്താണ്? ഹിറ്റ്ലറുടെ അധിനിവേശങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ച കരാറാണ് ഈ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ അതായത് ബ്രിട്ടന്റെയും ഫ്രാൻസും കൂടെ ഈ ജർമ്മനിയുടെ, അതായത് ഹിറ്റ്ലറുടെ അധിനിവേശം തടയാൻ വേണ്ടിയിട്ട് ഏത് കരാറിൽ അല്ലെങ്കിൽ പ്രീണന നയത്തിന് ഒരു അവസാനം കുറിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഉണ്ടാക്കിയ സംഭവമാണ് ഏതെന്ന് പറയുന്നത്? മ്യൂണിക് ഉടമ്പടി. അതായത് ഇനിയെങ്കിലും ഒരു യുദ്ധം വേണ്ട എന്ന ആ രാജ്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു പ്രദേശം പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ജർമ്മനിക്ക് ആര് കൊടുത്തതാണ്? ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒപ്പുവെച്ചിട്ട് ഒരു സംഭവം കൊടുത്തതാണ് ഏത് ഉടമ്പടി? ഈ മ്യൂണിക് ഉടമ്പടി. അപ്പൊ അവിടെ കൊടുത്ത പ്രദേശം ഏതാണ്? ചെക്കോസ്ലോവാക്യയുടെ സുഡറ്റൻ ലാൻഡ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ചെക്കോസ്ലോവാക്യ അല്ലയോ കൊടുത്തത്? ചെക്കോസ്ലോവാക്യയിലെ ഒരു പ്രദേശം. പക്ഷെ ചെക്കോസ്ലോവാക്യയെ ഈ ഒരു സംഭവത്തിനകത്തോട്ട് ആരും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പ്രദേശം വേറൊരാൾ അടിച്ചുകൊണ്ട് പോവുകയാണ്, വേറൊരു കോൺട്രാക്ട് ഒക്കെ ഉണ്ടാക്കി, പക്ഷെ സ്വന്തം വീട്ടുകാർ അറിയുന്നില്ല എന്ന് വിചാരിക്കുക. ആ ഒരു പ്രോസസ്സാണ് എവിടെ നടന്നത്? ഈ മ്യൂണിക് കരാറിൽ നടന്നത്. മനസ്സിലായോ? അപ്പം ഈ തർക്ക വിഷയമായിരുന്ന ഇതിനകത്ത് ആരെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല? ചെക്കോസ്ലോവാക്യ ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് ചോദ്യം വരാം. അതായത് ചെക്കോസ്ലോവാക്യയുടെ പ്രദേശമായിട്ടുള്ള സുഡറ്റൻ ലാൻഡിനെയാണ് ജർമ്മനിക്ക് കൊടുക്കാമെന്ന് മ്യൂണിക് ഉടമ്പടി പ്രകാരം ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഒപ്പുവെക്കുന്നത്. പക്ഷെ ആരറിയുന്നില്ല സംഭവം? ചെക്കോസ്ലോവാക്യയും അറിയുന്നില്ല, USSRും അറിയുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം പറയും. ആരൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് അറിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USSRും ചെക്കോസ്ലോവാക്യയുമാണ് മ്യൂണിക് ഉടമ്പടിയെ പറ്റിയിട്ട് അവരുടെ തർക്ക വിഷയമാണ് എങ്കിൽ പോലും അറിയാത്തത്. ഇപ്പൊ നമ്മളുടെ കാശ്മീരിന്റെ തർക്ക വിഷയമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ആ കാശ്മീറുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇന്ത്യ അറിയേണ്ടതാണല്ലോ. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ ചെക്കോസ്ലോവാക്യയിലെ ഒരു പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ്. പക്ഷെ ചെക്കോസ്ലോവാക്യ അറിയുന്നില്ല. അവരറിയാതെയാണ് ഈ മ്യൂണിക് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ജർമ്മനിക്ക് ആര് തീരെഴുതി കൊടുക്കുന്നത്? ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അറിഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഒരു ഇറ്റാലിയിലെ സ്വേച്ഛാധിപതി ഉണ്ടായിരുന്നു. ആരാണ്? പേര് പറയാമോ? ഇറ്റലിയിലെ ആരായിരുന്നു ഹിറ്റ്ലറെ പോലെ? മുസോളിനി. ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. മ്യൂണിക് കരാറിൽ പങ്കെടുത്ത ഇറ്റലിയിലെ ഭരണാധികാരി എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം? മുസോളിനി. അപ്പൊ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്. ഓക്കെ. അതായത് ഈ മ്യൂണിക് കരാറിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ചോദിക്കുമ്പോൾ ബ്രിട്ടന്റെ നേതാവിനെയാണ് നമുക്കിപ്പോ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത്. മനസ്സിലായോ? ബ്രിട്ടന്റെ നേതാവിനെയാണ് ഇപ്പൊ ചോദിച്ചത്. ഇനി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് വരാവുന്നതാണ്? ഇറ്റലിയുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? ഇതിനകത്ത് ഒപ്പുവെച്ചത് മുസോളിനി. അതുപോലെ ഫ്രാൻസിന്റെ നേതാവ് ആരാണ്? എഡ്വാർഡ് ദലാദിയർ. ദലാദിയർ എന്ന് ഓർത്താൽ മതി. ഫ്രാൻസ് ദലാദിയർ. ഫ്രാൻസിന്റേതാണ് ദലാദിയർ എന്ന് പറയും. എഡ്വാർഡ് ദലാദിയർ എന്ന് പറയുന്നതാണ് ഫ്രാൻസിന്റെ
ആ ഒരു ടൈമിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇപ്പൊ ജർമ്മനിയുടെ ചാൻസലർ ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. അപ്പൊ ഈ 4 പേരൂടെ ചേർന്നിട്ടാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പങ്കെടുത്തത്. പിന്നെ ആരെ പങ്കെടുപ്പിച്ചിട്ടില്ല? USSRനെയും നമ്മുടെ ചെക്കോസ്ലോവാക്യയും പങ്കെടുപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? കണ്ടന്റ് എന്തുവാന്ന് മനസ്സിലായോ? അപ്പം എന്താണ്, ഏത് വർഷമാണ് ഈ പറഞ്ഞിരിക്കുന്നത് മ്യൂണിക് കരാറ് നടപ്പിലാക്കിയത്? 1938 സെപ്റ്റംബർ 30. അപ്പം ഏത് പ്രദേശമാണ് ജർമ്മനിക്ക് വിട്ടുകൊടുത്തത്? പറഞ്ഞേ, ഏത് പ്രദേശമാണ് ജർമ്മനിക്ക് വിട്ടുകൊടുത്തത്? വെരി ഗുഡ്, സുഡറ്റൻ ലാൻഡ്. അത് ആരുടേതായിരുന്നു? ചെക്കോസ്ലോവാക്യയുടേതാണ്. അപ്പൊ ഏത് ലോക മഹായുദ്ധത്തോട് കൂടിയിട്ട് പുതുതായിട്ട് ഉണ്ടായ രാജ്യമാണ് ചെക്കോസ്ലോവാക്യ? ഒന്നാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ട്. ഹിറ്റ്ലറുടെ അധിനിവേശത്തെ തടയാൻ വേണ്ടിയിട്ട് മ്യൂണിക് കരാറിലൂടെ ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ച പുതിയ ഒരു അല്ലെങ്കിൽ ഏത് നയത്തെ ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ മ്യൂണിക് കരാർ ഉണ്ടാക്കിയത്? പ്രീണന നയവുമായി ബന്ധപ്പെട്ടിരിക്കണം. ഇനിയും ഇറ്റാലിയൻ സ്വച്ഛാധിപതി നിങ്ങൾക്കറിയാം, സുഡറ്റൻ ലാൻഡിന്റെ കാര്യം അറിയാം. അതായത് അതിർത്തി പ്രദേശമായിട്ടുള്ള സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കുക. ഈ പ്രദേശത്തെ ഭൂരിഭാഗവും ഏത് വംശജരായിരുന്നു? പിന്നെ ജർമ്മൻകാർ പറയുന്നത് എന്താണ്? ജർമ്മൻ വംശജരായിരുന്നു ഈ ചെക്കോസ്ലോവാക്യയുടെ ആ ഒരു പ്രദേശം, ഈ സുഡറ്റൻ ലാൻഡിലെല്ലാം. ഇപ്പൊ ഇന്നാളിൽ ഇസ്രായേൽ കുറച്ച് ആൾക്കാരെയൊക്കെ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് 250 ആൾക്കാരെ അവരുടെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ? അതുപോലെ തന്നെ ആരും ചെയ്യുന്നുണ്ടോ? ജൂതന്മാരെ കൊണ്ടുപോകുന്നത് പോലെ പിന്നെ ജർമ്മനി പറയുന്നത് എന്തുവാണ്? ഇതെല്ലാം ജർമ്മൻ വംശജരാണ് ഈ സുഡറ്റൻ ലാൻഡിൽ കിടക്കുന്നത്. സോ സുഡറ്റൻ ലാൻഡിന്റെ അധിനിവേശം ഞങ്ങൾക്ക് വേണമെന്നാണ് ആര് പറയുന്നത്? ജർമ്മനി പറയുന്നത്. കണ്ടന്റ് മനസ്സിലായോ? എന്തുകൊണ്ടാണ് സുഡറ്റൻ ലാൻഡ് വേണമെന്ന് ജർമ്മനി പറഞ്ഞത്? അവിടെ സുഡറ്റൻ ലാൻഡിൽ താമസിക്കുന്നവരെല്ലാം ജർമ്മൻ വംശജരായിരുന്നു. സോ അത് ജർമ്മനിയോട് ചേർക്കണമെന്ന് ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ടന്റ് മനസ്സിലായോ എന്തുവാ ഉദ്ദേശിക്കുന്നത് എന്നിട്ടുള്ള കാര്യം? ഇനി ഈ ഒരു കരാർ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പേരാണ് അറിയപ്പെടുന്നത്? അപ്പീസ്മെന്റ് പോളിസി. അതായത് ഈ മ്യൂണിക് കരാർ എന്ന് പറയുന്നത് അതർവൈസ് കോൾഡ് എന്തെന്ന് പറയാം? അപ്പീസ്മെന്റ്. അതാണ് നമ്മൾ പ്രീണന നയം. അപ്പൊ പ്രീണന നയം ഏതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് കൊച്ചുങ്ങളെ? മ്യൂണിക് കരാറുമായി ബന്ധപ്പെട്ടാണ്. അപ്പീസ്മെന്റ് പോളിസിയുടെ മലയാളമാണ് ഏതെന്ന് പറയുന്നത്? മ്യൂണിക് കരാർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് യുദ്ധമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഇവർ വഴങ്ങിക്കൊണ്ടേയിരുന്നു. സുഡറ്റൻ ലാൻഡ് നൽകി കഴിഞ്ഞാൽ ഒരു രാജ്യങ്ങളെ ആക്രമിക്കത്തില്ലെന്നൊക്കെ ആര് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? ജർമ്മനി വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിറ്റ്ലർ വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? വാക്കൊക്കെ അങ്ങ് ലംഘിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നെവിൽ ചേംബർലൈനുമായി 1-2 കാര്യം കൂടെ നമ്മൾ ഓർത്തു വെച്ചേക്കണം. അപ്പൊ നെവിൽ ചേംബർലൈൻ ഈ മ്യൂണിക് ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചതിന് ശേഷം ബ്രിട്ടനിൽ ചെന്നു. പിന്നെ പുള്ളിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. എന്തു പറഞ്ഞു? നമ്മുടെ സമയത്തിനുള്ള സമാധാനം, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിനായിട്ടുള്ള സമാധാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ പേടിയാണല്ലോ, ഇങ്ങനെ ചുമ്മാതെ എപ്പം വേണമെങ്കിലും ഹിറ്റ്ലർ എല്ലാരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ പേടിച്ചു പോയിട്ട് ഏതങ്ങ് കൊണ്ടു കൊടുത്തതാണ്, ഈ സുഡറ്റൻ ലാൻഡ് അങ്ങ് കൊണ്ടു കൊടുത്തതാണ്. മനസ്സിലായോ? അതായത് ചെക്കോസ്ലോവാക്യ അറിയാതെ ഒരു പിന്നെ ആരും അറിയാതെ ഈ ഫ്രാൻസും ബ്രിട്ടനോടെ ഉള്ള ഒപ്പുവെച്ചൊരു കരാറാണ് സത്യത്തിൽ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ മ്യൂണിക് കരാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സുഡറ്റൻ ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ആക്രമിക്കത്തില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും മനസ്സിലായോ? അപ്പൊ ഇതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പ്രീണന നയമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലെ ആവശ്യത്തിലേക്ക് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിനായിട്ടുള്ള സമാധാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ആരുടെ വാക്കുകൾ പറയാം? നെവിൽ ചേംബർലൈൻ. അപ്പൊ ഏത് ഉടമ്പടി ഒപ്പിട്ടതോട് കൂടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്? നെവിൽ ചേംബർലൈൻ ഏത് ഉടമ്പടി ഒപ്പിട്ടതോട് കൂടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്? വെരി ഗുഡ്, മ്യൂണിക് കരാർ. ഇപ്പൊ കണ്ണിന് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ കരാറിനെ ചെക്കോസ്ലോവേക്കാർ പറഞ്ഞു മ്യൂണിക് കരാർ എന്നല്ല, മ്യൂണിക് വഞ്ചന. അവരറിയാതല്ലേ ഈ പരിപാടികളൊക്കെ ചെയ്തത്. സോ അവര് പറഞ്ഞു മ്യൂണിക് കരാർ എന്നല്ല ഇത് അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മ്യൂണിക് വഞ്ചന എന്നറിയപ്പെടുന്നു. ആര് ഞങ്ങളെ കളിപ്പിച്ചു? ബ്രിട്ടനും ഫ്രാൻസും ഞങ്ങളെ കളിപ്പിച്ചു. സോ ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കത്തില്ലെന്നൊക്കെ ആര് പറഞ്ഞു? ചെക്കോസ്ലോവിയക്കാർ പറഞ്ഞു ഇത് മ്യൂണിക് കരാറല്ല, മ്യൂണിക് വഞ്ചന. തൽക്കാലത്തേക്കുള്ള സമാധാനം ഇവിടെ കൊണ്ടുവന്നു എന്ന് ആര് ചെന്ന് പറഞ്ഞു? നെവിൽ ചേംബർലൈൻ ചെന്ന് പറഞ്ഞു. ഇനി ഇവരിത് ലംഘിച്ചിട്ടുണ്ടോ? മ്യൂണിക് കരാർ ലംഘിച്ചോ?
100% ലംഘിച്ചു. അതുകൊണ്ടാണല്ലോ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ സമാധാന ഉടമ്പടി ഉണ്ടാക്കി മാസങ്ങൾക്കകം ഹിറ്റ്ലർ കരാർ ലംഘിച്ചിട്ട് എന്ത് ചെയ്തു? ചെക്കോസ്ലോവാക്യ മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുത്തു. മനസ്സിലായോ? ചെക്കോസ്ലോവാക്യയുടെ ഒരു പ്രദേശം അങ്ങ് കൊടുത്തടങ്ങാമെന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത്. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുത്തു. ചെക്കോസ്ലോവാക്യ എന്ത് ചെയ്തു? മുഴുവനായിട്ടും ഹിറ്റ്ലർ 1939 പിടിച്ചെടുത്തു. ഏത് വർഷമാണ് ഹിറ്റ്ലർ ഇത് പിടിച്ചെടുത്തത്? 1939 ഏതിനെ പൂർണ്ണമായും പിടിച്ചെടുത്തു? ചെക്കോസ്ലോവാക്യയെ പൂർണ്ണമായും പിടിച്ചെടുത്തു. ക്ലിയർ? ഇനി രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ഈ പ്രീണന നയം ഹിറ്റ്ലറുടെ ആത്മവിശ്വാസമൊക്കെ കൂട്ടി. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുന്ന പോലെ ഹിറ്റ്ലറും ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കൂടി. ആരെ അങ്ങ് ആക്രമിച്ചു? പോളണ്ടിനെ പോയി അങ്ങ് ആക്രമിച്ചു. ആര്? ഹിറ്റ്ലർ. 1939 സെപ്റ്റംബർ 1. 38 സെപ്റ്റംബർ 30 മ്യൂണിക് കരാർ ഉണ്ടാക്കിയത് അല്ലെ? കൃത്യം ഒരു വർഷം ആയപ്പോഴത്തേക്ക് ആരും അങ്ങ് പോയി? പോളണ്ടിനെ പോയി അങ്ങ് ആക്രമിച്ചു. അപ്പം ചെക്കോസ്ലോവാക്യയുടെ ഒരു പ്രദേശം കൊടുക്കാം, ഏത്? സുഡറ്റൻ ലാൻഡ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ മ്യൂണിക് കരാർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. മ്യൂണിക് കരാർ വർഷം 1938 സെപ്റ്റംബർ 30. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുക. ഇനി അതിനുശേഷം ഈ മ്യൂണിക് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ആണല്ലോ. ഇതിനകത്ത് അറിയാത്ത രാജ്യം ഏതാണ്? ചെക്കോസ്ലോവാക്യ. അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? റഷ്യ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ചെക്കോസ്ലോവാക്യയുടെ ഏത് പ്രദേശം കൊടുക്കാമെന്നാണ് ഇവര് പറഞ്ഞത്? സുഡറ്റൻ ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ജർമ്മനി ഇനി ആരെ ആക്രമിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരു കരാറ് ആരെ ഒപ്പുവെച്ചു? ഇത്രയും രാജ്യങ്ങൾ പോയിട്ടങ്ങ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതും നമുക്കറിയാലോ. അതിന്റെ വർഷം 38 സെപ്റ്റംബർ 30. ഇനി കാര്യങ്ങളെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ആരുടെ സ്വഭാവം അങ്ങ് മാറി? ഹിറ്റ്ലറുടെ സ്വഭാവം അങ്ങ് മാറി. ഹിറ്റ്ലർ ആരെ പോയിട്ട് മൊത്തത്തിൽ അങ്ങ് ആക്രമിച്ചു? ചെക്കോസ്ലോവാക്യ മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുത്തു. 39 കരാർ അങ്ങ് ലംഘിച്ചു. ഇനി അതിനുശേഷം 39 സെപ്റ്റംബർ മാസം 1 ഏത് രാജ്യത്തെ വീണ്ടും പോയി അറ്റാക്ക് ചെയ്തു? പോളണ്ടിനെ പോയി അറ്റാക്ക് ചെയ്തു. മനസ്സിലായോ കണ്ടന്റ്? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ആണ് നെവിൽ ചേംബർലൈൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇവര് പറയുന്നത് എന്താണ്? ഇത് ഒരു കരാറിനെ മ്യൂണിക് വഞ്ചന എന്ന് പറഞ്ഞത് ചെക്കോസ്ലോവാക്യ പറഞ്ഞു. ഒന്നാം ലോകമഹായുദ്ധ അനന്തരം ഉണ്ടായതാണ് ചെക്കോസ്ലോവാക്യ. എന്തുകൊണ്ടാണ് ജർമ്മനായിട്ടുള്ള ഹിറ്റ്ലർ പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്? ജർമ്മൻ വംശജർ അവിടെ ഉണ്ട് എന്ന് അവരെ പിടിച്ചെടുക്കാൻ എന്നും പറഞ്ഞിട്ടാണ് ആര് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്? ഹിറ്റ്ലർ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇപ്പൊ ഞാൻ അതിന്റെ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. നോക്കൂ. മ്യൂണിക് കരാർ ഒപ്പുവെച്ചത് കിട്ടുന്നുണ്ടോ? നോക്കിക്കേ. ജർമ്മനിക്ക് വിട്ടുകൊടുത്ത ചെക്കോസ്ലോവാക്യൻ പ്രദേശം കിട്ടും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്ലിയർ? ഇനി ചെക്കോസ്ലോവാക്യ രൂപീകൃതമായ രാജ്യത്തെ മ്യൂണിക് കരാറിലൂടെ ഇല്ലാതാക്കിയത്. ഇനി ഹിറ്റ്ലറുടെ അധിനിവേശങ്ങളെ തടയാൻ ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ച മ്യൂണിക് കരാറിലൂടെ പ്രശസ്തമായ നയം, പ്രീണന നയം. തർക്ക വിഷയമായിരുന്ന മ്യൂണിക് ചർച്ചകളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെട്ട രാജ്യമാണ് ചെക്കോസ്ലോവാക്യ. ഇറ്റാലിയൻ ഭരണാധികാരി മുസോളിനി മ്യൂണിക് കരാറിൽ പിന്നെ ജർമ്മനിക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കുന്നതാണ്. ഭൂരിഭാഗവും ജർമ്മൻ വംശജരായിരുന്നു. അതായിരുന്നു റീസൺ. ഇനിയും ആ പ്രധാനമന്ത്രിമാരുടെ പേരുകൾ: നെവിൽ ചേംബർലൈൻ. ഇനി നമുക്ക് വരാവുന്നത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ആണ് വരാവുന്നത്. ഫ്രാൻസിൻ്റെത് എഡ്വാർഡ് ദലാദിയർ, ജർമ്മനിയുടേത് അഡോൾഫ് ഹിറ്റ്ലർ, ഇറ്റലി മുസോളിനി. ഈ ഫ്രാൻസിൻ്റെതായിരിക്കും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കണ്ടന്റ് ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഏതിന്റെ ഒരു അനന്തര ഫലമായിട്ടാണ്? അതായത് ജർമ്മനിയുടെ പ്രീണന നയം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു കരാറാണ് ആക്ച്വലി ഏത്? മ്യൂണിക് കരാർ എന്ന് പറയുന്നത്. ഇനിയും അതിൽ തന്നെയാണ് അപ്പീസ്മെന്റ് പോളിസി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ ഒരു കരാർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രീണന നയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നോക്കിക്കേ, സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ വായിച്ചു നോക്കൂ. വായിച്ചു നോക്കി ടെസ്റ്റ് പറയാം.
ഓക്കെ. ഇനി നമ്മുടെ കാലഘട്ടത്തിനായുള്ള സമാധാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാരാ? ചേംബർലൈൻ. ഇതിനെ ആരാണ് മ്യൂണിക്ക് വഞ്ചന എന്ന് വിളിച്ചത്? ചെക്കോസ്ലോവിയ വാക്യം. ഫ്രാൻസും ബ്രിട്ടനും തങ്ങളെ ഒറ്റിക്കൊടുത്തു എന്ന് അവർ വിശ്വസിച്ചു. ഇതൊക്കെയാണോ? ഇനി കരാർ ലംഘിച്ച് എന്തൊക്കെ ചെയ്തു? ചെക്കോസ്ലോവാക്യ മുഴുവനായിട്ട്. മാർച്ച് കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തേക്കണേ. മാർച്ച്. രണ്ടാം ലോക മഹായുദ്ധം. പോളണ്ടിനെ ആക്രമിച്ചത്. ഡേറ്റ് കിട്ടുന്ന സമാധാനത്തെ വായിച്ചു നോക്കൂ. ഇത് വായിച്ചു നോക്കൂ. ഇവിടെ നിന്നൊക്കെ എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ എന്തുവാ? മ്യൂണിക് കരാറുമായി ബന്ധപ്പെട്ടതാ ഇതെല്ലാം. ഓക്കെ ആണോ ഇത്? അപ്പൊ ബുക്ക് എടുത്തേ. ഏതെങ്കിലും ബുക്കോ പേപ്പറോ ഒന്ന് എടുത്തേ. എടുത്തോ? മ്യൂണിക് കരാർ ഡേറ്റ് എഴുതും. പോളണ്ടിനെ ആക്രമിച്ച ഡേറ്റ്. മ്യൂണിക് എഴുതിയിട്ട് എസ് എന്ന് പറയണേ. മ്യൂണിക് കരാറിലൂടെ ചെക്കോസ്ലോവാക്യയുടെ ഏത് പ്രദേശത്തിനെയാണ് കൊടുത്തത്? എഴുതിയോ? പ്രീണന നയത്തിൽ ഒപ്പുവെച്ച ഫ്രാൻസ് പ്രധാനമന്ത്രി. എഴുതിയോ? ഇറ്റലി. ബ്രിട്ടൻ. എഴുതിയോ? ചെക്കോസ്ലോവാക്യ പൂർണ്ണമായിട്ടും ഹിറ്റ്ലർ ആക്രമിച്ച വർഷം. ഓക്കെ. ആരാ വായിക്കുന്നത്? ആൻസർ മാത്രം. ഹലോ. കേൾക്കാം. സെപ്റ്റംബർ 1 സുൽത്താന ലാൻഡ്, എഡ്വേർഡ് ഡാർലിൻ, മുസോളിനി, നെവിൽ ചാമ്പർലൈൻ. 1939. എല്ലാവരുടെയും ആൻസർ ഇതുപോലാണോ? വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഉറപ്പല്ലേ? അപ്പൊ ഈ മ്യൂണിക് കരാറിനെ പറ്റിയിട്ട് എപ്പോ ചോദിച്ചാലും, പ്രീണന നയം ചോദിച്ചാലും ഇനി സംശയം വരുമോ? ഇല്ല. നമുക്കിനിയും പേൾ ഹാർബർ ആക്രമണം കൂടെ ഒന്ന് പഠിക്കാം. റെഡിയാണോ? ഓൾറെഡി നമുക്ക് അറിയാവുന്ന കണ്ടന്റ് ആണ് പേൾ ഹാർബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതുപോലെ പഠിപ്പിച്ചിട്ട് ഇതുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് പോയിന്റേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ പഠിപ്പിച്ചാൽ പോരെ? അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. നിങ്ങളെ കൊണ്ട് ലാസ്റ്റ് ഞാൻ എഴുതിപ്പിക്കും. ഇപ്പോഴേ ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ചില ആൾക്കാരുണ്ട് നേരത്തെ അങ്ങ് എഴുതി വെക്കും ചോദിക്കുന്നതിന് മുമ്പ്. അപ്പം ശരിയാവത്തില്ല. അപ്പൊ ഈ പേൾ ഹാർബർ ആക്രമണം നടന്ന വർഷം നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. വർഷം ഏതാണെന്ന് അറിയാമോ? പറഞ്ഞേ. 1941 ഡേറ്റ് ഡിസംബർ മാസം 7 ഞായറാഴ്ച എന്നൂടെ പഠിക്കണം. കാര്യം ചില
UPSC ക്വസ്റ്റ്യനകത്തൊക്കെ സൺഡേയിലാണ് ഇത് നടന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ എന്തുകൊണ്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കണം, ഞായറാഴ്ച ദിവസമാണ് പേൾ ഹാർബർ ആക്രമണം നടന്നത്. 1941 ഡിസംബർ മാസം 7-ാം തീയതിയാണ് ഏത് നടന്നത്, നമ്മുടെ പേൾ ഹാർബർ ആക്രമണം നടന്നത്. ഇത് മനസ്സിലായോ? 1941 ഡിസംബർ മാസം 7-ാം തീയതിയാണ് പേൾ ഹാർബർ ആക്രമണം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് സമുദ്രത്തിലാണ് ഈ പേൾ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലാണ്. എവിടാണ്? പസഫിക് സമുദ്രത്തിലാണ്. അവിടുത്തെ ഏത് ദ്വീപിലാണ്? ഹവായി ദ്വീപിലാണ്. ഏത് ദ്വീപിലാണ്? ഹവായി ദ്വീപിലാണ്. പസഫിക് സമുദ്രത്തിലെ ഹവായി ദ്വീപിലാണ് പേൾ ഹാർബർ ആക്രമണം പേൾ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ഈ പേൾ ഹാർബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജപ്പാനീസ് നാവികസേനയുടെ കമാൻഡർ ആരായിരുന്നു? ജപ്പാനാണല്ലോ കൊണ്ടുവന്ന് അമേരിക്കയുടെ ഈ സംഭവത്തിലേക്ക് കൊണ്ടുവന്ന് ബോംബൊക്കെ ഇട്ടത്. സോ അവിടുത്തെ അഡ്മിറൽ ഇസോറോക്കു യമാമോട്ടോ, ആ പേരിൽ തന്നെ യമ എന്നുണ്ട്, കാലൻ യമാമോട്ടോ. എന്താ യമാമോട്ടോ? എന്താണ്? പേൾ ഹാർബറിനകത്ത് അല്ലെങ്കിൽ പേൾ ഹാർബർ ആക്രമിക്കാൻ മുൻകൈ എടുത്ത ജപ്പാന്റെ അഡ്മിറലിന്റെ പേരാണ് യമാമോട്ടോ. ഇസോറോക്കു യമാമോട്ടോ. ഇനി ആ ഒരു ടൈമില് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അതായത് 1941 അമേരിക്കയുടെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ അമേരിക്കയുടെ പ്രസിഡന്റ്. പേൾ ഹാർബർ ആക്രമണ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഇനി നമ്മള് ഏറ്റവും പ്രശസ്തമായ ഒരു കപ്പലൊക്കെ ഇവര് തകർത്തിട്ടുണ്ടായിരുന്നു ജപ്പാൻകാര്. പേരറിയാമോ? USS അരിസോണ. ഏതാ? അരിസോണ. ഇതിപ്പോ സ്മാരകമായിട്ടൊക്കെ US നിർത്തിയിട്ടുണ്ട് കേട്ടോ. USSന്റെ അരിസോണ എന്ന് പറയുന്ന ആ ഒരു യുദ്ധക്കപ്പലാണ് ആര് ആക്രമിച്ചത്? ജപ്പാൻ ആക്രമിച്ചത്. ആക്രമിക്കാൻ ഉത്തരവിട്ടത് യമാമോട്ടോ ആണ്. USS അരിസോണ ആണ് ഇവര് ആക്രമിച്ചത്. ഇനി പ്രസിഡന്റ് ഈ റൂസ്വെൽറ്റ് നടത്തിയ പ്രശസ്തമായ പ്രസ്താവനയായിരുന്നു, ഈ ദിവസത്തെ അദ്ദേഹം അപമാനത്തിന് ജീവിക്കേണ്ടി വരുന്ന ഒരു ദിവസം എന്നാണ് പറഞ്ഞത്. എ ഡേറ്റ് വിച്ച് വിൽ ലീവ് ഇൻ ഫാമി, FAMI. അതായത് ഇൻഫേമി. അതായത് നമ്മൾ ഫേമസ് എന്ന് പറയത്തില്ലേ, അതിന് ഓപ്പോസിറ്റ് ഇൻഫേമി. അതായത് അപമാനം എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് അപമാനത്താൽ ജീവിക്കേണ്ടി വന്ന ഒരു ദിവസം എന്നാണ് ആര് പേൾ ഹാർബർ ആക്രമണത്തെ പറ്റിയിട്ട് പ്രതിപാദിച്ചത്? റൂസ്വെൽറ്റ്. അമേരിക്കയുടെ ആ ഒരു ടൈമിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഏതിനെ പറ്റിയിട്ടാണ് അപമാനത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു ദിവസം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസമാണ്? ഈ 1941 ഡിസംബർ 7-നെയാണ് ആ ഒരു ദിവസം എന്ന് പറഞ്ഞത്. അപമാനത്താൽ ജീവിക്കേണ്ടി വന്ന ഒരു ദിവസം. എ ഡേറ്റ് വിച്ച് വിൽ ലീവ് ഇൻഫേമി സ്പീച്ച്. ഇതിനെ തന്നെയാണ് ഇൻഫേമി സ്പീച്ച് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ ഇൻഫേമി സ്പീച്ച് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊരു ചോദ്യം വരാം. ഏതാണ്? പേൾ ഹാർബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കിടന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു സ്പീച്ച് ആരുടേതാണ്? റൂസ്വെൽറ്റിന്റേതാണ്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ജപ്പാൻ 1941 ഡിസംബർ 7-നാണ് പേൾ ഹാർബറിൽ കൊണ്ടുപോയിട്ട് ബോംബ് ഇട്ടത്. അതുമൂലം നശിച്ച അമേരിക്കയുടെ യുദ്ധക്കപ്പലാണ് USS അരിസോണ. ഏത് ദിവസത്തെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഇൻഫേമി ഡേറ്റ് എന്ന് പറഞ്ഞത്? ഈ 1941 ഡിസംബർ 7-നെയാണ്. ഇൻഫേമി സ്പീച്ച് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? വെറുതെ ജപ്പാൻ പോയിട്ട് ആക്രമിക്കത്തില്ലല്ലോ. അപ്പൊ ആ ജപ്പാൻ പോയിട്ട് ആക്രമിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്ക് ചൈനയിലെ ആര് അധിനിവേശം ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു? ജപ്പാന്റെ അധിനിവേശത്തെ ആര്? ഇപ്പൊ സോവിയറ്റ് യൂണിയനും ഉക്രൈനും തമ്മിൽ യുദ്ധം നടത്തുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ മിക്കവാറുമുള്ള സംഭവങ്ങളൊക്കെ ആരെങ്കിലും സാങ്ഷൻസ് ഏർപ്പെടുത്തും. അമേരിക്ക അങ്ങ് സാങ്ഷൻസ് ഏർപ്പെടുത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈമില് ചൈനയില് ജപ്പാന്റെ അധിനിവേശത്തെ തുടർന്ന് അമേരിക്ക ജപ്പാനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത്
ജപ്പാൻ എങ്ങോട്ടേക്ക് അധിനിവേശിക്കുക, ഈ ചൈനയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് അത് അതായത് ഒരു രാജ്യത്തെ വേറൊരു രാജ്യം അധിനിവേശം ചെയ്യുന്ന സമയത്ത് ആരത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും? അമേരിക്ക സാധാരണ സാമ്പത്തിക ഉപരോധം അങ്ങ് ഏർപ്പെടുത്തും. അത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ജപ്പാൻ ഇഷ്ടപ്പെട്ടില്ല. കണ്ടന്റ് മനസ്സിലായോ പറഞ്ഞ എന്തുവാണെന്നുള്ളത്? അതായത് ജപ്പാന് ചൈനയിലേക്ക് വന്ന ടൈമില് അല്ലെങ്കിൽ ചൈനയെ ആക്രമിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അധിനിവേശത്തെ തുടർന്ന് അമേരിക്ക ജപ്പാന്റെ മേല് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതും അവർക്ക് അത്യാവശ്യമായിരുന്ന എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തതാണ് ജപ്പാനെ പെട്ടെന്ന് പ്രകോപിതമാക്കിച്ചത്. മനസ്സിലായി? ഈ കാര്യങ്ങളിനകത്തൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നത് മൂലം ആർക്ക് ദേഷ്യം വന്നു? ജപ്പാന് ദേഷ്യം വന്നു. ഇഷ്ടം പോലെ നാശനഷ്ടങ്ങളൊക്കെ ആര് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ അമേരിക്കയിലേക്ക് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ സാധാരണമായിട്ടുള്ള കുറെ അധികം ആൾക്കാരൊക്കെ മരിച്ചു പോവുകയും 2400ഓളം സൈനികർക്കൊക്കെ ഇതൊക്കെ ചെയ്തു. പക്ഷെ വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ആ ഒരു ടൈമിൽ ജപ്പാൻ ഉണ്ടായിട്ടുള്ളൂ. 29 പിന്നെ ഷിപ്പുകളോ അങ്ങനെയൊക്കെ ആ ഒരു ആക്രമണത്തിന് പോയിട്ടുള്ളായിരുന്നു. പക്ഷെ അതിന് തിരിച്ചാണ് ആര് ചെയ്തത്? 45-ല് നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ടുപോയിട്ട് അമേരിക്ക ബോംബിട്ടില്ലേ തിരിച്ച്. അപ്പൊ ഈ 41-ല് അതായത് 1941-ൽ തന്നെ അമേരിക്കയെ യുദ്ധത്തിൽ പിന്നെ അതിന്റെ സഖ്യകക്ഷികളോടൊപ്പം ഇൻക്ലൂഡ് ചെയ്ത് 2ാം ലോകമഹായുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ടാ? ജപ്പാനാണ്. മനസ്സിലായോ? അപ്പൊ ഈ ജപ്പാന് ഇഷ്ടമല്ലായിരുന്നു അമേരിക്ക ഏഷ്യയിലേക്ക് വരുന്നതും ഒന്നും ആർക്ക് ഇഷ്ടമല്ലായിരുന്നു? ജപ്പാന് ഇഷ്ടമല്ലായിരുന്നു. സോ അവര് ഈ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതും എണ്ണയുമായിട്ടുള്ള പ്രശ്നങ്ങളും മൂലമൊക്കെ എന്ത് ചെയ്തു? പേൾ ഹാർബർ ആക്രമണം ജപ്പാൻ അങ്ങോട്ട് പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ നാശനഷ്ടം പേൾ ഹാർബർ ആക്രമണത്തിൽ അമേരിക്കയ്ക്കാണോ ജപ്പാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കായിരുന്നു എന്ന് ഓർത്തോണം കേട്ടോ. അതൊന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നോക്കിക്കേ, പേൾ ഹാർബർ ആക്രമണം നടത്തിയ വർഷം 1941 ഡിസംബർ 7 ഞായറാഴ്ച. കിട്ടുന്നുണ്ടോ? ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിൽ ആണ്, ഹവായി ദ്വീപിലാണ്. നേതൃത്വം നൽകിയ ജപ്പാനീസ് യമമോട്ടോ. യമമോട്ടോ എന്ന് കിട്ടുന്നുണ്ടോ? നാവികസേനയുടെ കമാൻഡർ. ക്ലിയർ? യമമോട്ടോ കിട്ടുന്നുണ്ടല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ഏതിനെയാണ്? യുദ്ധക്കപ്പൽ USS അരിസോണ. നെക്സ്റ്റ്, അപമാനത്തിൽ ജീവിക്കേണ്ടി വരുന്ന ദിവസം ഒരു ഇൻഫേമി സ്പീച്ച് എന്ന് വിശേഷിപ്പിച്ചത് റൂസ്വെൽറ്റ്. പേൾ ഹാർബർ ആക്രമണത്തെ പറ്റിയിട്ട്. നെക്സ്റ്റ്, പെട്ടെന്നുണ്ടായ കാരണം ജപ്പാന്റെ അധിനിവേശത്തെ തുടർന്ന് അമേരിക്ക ജപ്പാനിൽ ശക്തമായ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും അവർക്ക് അത്യാവശ്യമായ എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തതാണ് ജപ്പാന് പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേൾ ഹാർബറുമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം. 2ാം ലോകമഹായുദ്ധത്തിലേക്ക് ലീഡ് ചെയ്ത ഒരു റീസൺ ആണ് ഏതെന്ന് പറഞ്ഞത്? പേൾ ഹാർബർ ആക്രമണം. അമേരിക്ക എൻ്റർ ആവാൻ ഉണ്ടായിരുന്ന റീസൺ. ആദ്യം ടൈമിൽ 2ാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പം അമേരിക്ക ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, 41 ഡിസംബർ 7. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാളെ ഒന്ന് പഠിച്ചുകൊണ്ട് വരുമോ? ഇത്രയും മതി. അപ്പൊ ഇന്നത്തേനകത്ത് നമ്മൾ എന്ത് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി? പിന്നെ മ്യൂണിക് കരാറും പ്രീണന നയം പേൾ ഹാർബർ. ഓക്കെ, നല്ല കുട്ടികളായിട്ട് നാളെ പഠിച്ചുകൊണ്ട് വരണം. ഡേറ്റ് ഒക്കെ ഞാൻ നാളെ ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കും. ഓക്കെ, റെഡി? അപ്പൊ ഫയല് വന്നോന്നോ നോക്കണേ. വന്നു. ഓക്കെ, ബൈ. താങ്ക് യു. ഐ ലവ് യു ഓൾ.